ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. നമുക്കിന്ന് വൃന്ദാവനത്തിലെ റാവൽ എന്ന സ്ഥലത്തെക്കുറിച്ച് പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അന്തരംഗ ശക്തിയായ അല്ലെങ്കിൽ ഭഗവാന്റെ ആത്മാവായ ശ്രീമതി രാധാറാണിയെ കീർത്തി മാതാവിന് ലഭിച്ച സ്ഥലമാണ് ഈ റാവൽ എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ വൃഷഭാനു മഹാരാജാവും കീർത്തി മാതാവും കൂടി യമുനാ സ്നാനത്തിന് പോകുന്ന സമയത്ത് യമുനാ നദിയിൽ ഒരു സ്വർണ്ണ താമരപ്പൂ കാണുകയും അതിനുള്ളിൽ ഒരു കുഞ്ഞു കുട്ടി കിടക്കുന്നതായിട്ട് ശ്രീമതി കീർത്തി ദേവി കാണുകയും ആ കുഞ്ഞിനെ കീർത്തി ദേവി എടുത്ത് വളർത്തുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ രാധാറാണി. ഇപ്പോൾ ഈ റാവൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു രാധാക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ വളരെ കൗതുകകരമായ ഒരു പ്രതിഷ്ഠയാണ്. എന്തെന്നാൽ നമ്മുടെ കുഞ്ഞ് രാധാറാണി ഇങ്ങനെ മുട്ടുകാലിൽ എഴയുന്ന ഒരു പ്രതിഷ്ഠയാണ് റാവലിലേത്. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് കുറേ ഭക്തന്മാർ, അവിടെ തന്നെയുള്ള കുറേ ഭക്തന്മാർ രാധാറാണിയുടെയും നമ്മുടെ കൃഷ്ണ ഭഗവാന്റെയും പാട്ടുകൾ ഉറക്കെ പാടുകയും അവരിങ്ങനെ നൃത്തം ചവിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആണെന്നോ പെണ്ണെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ല, അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നൃത്തം ചവിട്ടുന്നത്. നമ്മളിപ്പോൾ വടക്കേ ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിൽ പോയാലും ഇതിങ്ങനെ കാണാൻ സാധിക്കും. ദ്വാരകയിലായാലും ബദരിയിലായാലും ഒക്കെ ഭക്തന്മാരിങ്ങനെ ഉറക്കെ പാട്ട് പാടുകയും ക്ഷേത്രത്തിൽ ഇങ്ങനെ നൃത്തം ചവിട്ടുന്നതും അവർക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു ആഘോഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റാവലിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.